നിമിഷ പ്രിയയുടെ കാര്യം തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച് തടവിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർണായകമായ ഇടപെടൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഇന്ന് അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. യമനിൽ ഇതിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു, അഥവാ കാന്തപുരത്തിന്റെ ഇടപെടലിൽ നിർണായകമായ ഒരു മാറ്റമുണ്ടായിരിക്കുന്നു എന്നതാണ്. അതായത് മറ്റന്നാൾ നടക്കേണ്ട നിമിഷ പ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായി റദ്ദാക്കിയതായിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകളായിട്ട് പുറത്തു വരുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പത്രസമ്മേളനം നടത്തി ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. അഥവാ അവിടെ കാന്തപുരവുമായി ബന്ധമുള്ള ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുള്ളത്. ആ ഷെയ്ഖ് അവിടെയുള്ള ഔദ്യോഗികമായ സംവിധാനങ്ങളുമായി, അഥവാ നിമിഷ പ്രിയയുടെ ഈ ഒരു ശിക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അവിടുത്തെ സംവിധാനങ്ങളുമായി ചർച്ച നടത്തിയെന്നും തുടർ ചർച്ചകൾ ഉണ്ടാവുമെന്നും അതുകൊണ്ട് തന്നെ താൽക്കാലികമായി വധശിക്ഷ റദ്ദാക്കിയതുമായിട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി പുറത്തു വരുന്നത്. നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ നിർണായകമായ ഇടപെടൽ മൂലമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നിലവിൽ ലോക വ്യവസ്ഥിതിയിൽ തന്നെ യമൻ എന്നുള്ള രാജ്യം രണ്ട് പ്രവിശ്യകളായി തിരിച്ചുകൊണ്ട് രണ്ടു തരം ഭരണകൂടങ്ങളാണ് അവിടെ ഉള്ളത്. അന്താരാഷ്ട്ര സംവിധാനങ്ങൾക്കൊക്കെ അവിടെ ഒരു സംവിധാനമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു എംബസി പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് യമനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ അടക്കം ഈ ഒരു കാര്യത്തിൽ അത്രത്തോളം മുമ്പോട്ട് പോയോ എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിനും അതിൻ്റെതായ പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിനപ്പുറം ചലിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു എംബസി അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ വിമത വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയായതുകൊണ്ടും അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കേന്ദ്രത്തിനടക്കം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിർണായകമായ ഇടപെടൽ സംഭവിക്കുന്നത്. നിമിഷ പ്രിയയുടെ ഈ ഒരു വധശിക്ഷ താൽക്കാലികമായി റദ്ദാക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇനി അവരുടെ കുടുംബവുമായിട്ട്, അതായത് നിമിഷ പ്രിയ കൊല ചെയ്തു എന്നറിയപ്പെടുന്ന തലാലിന്റെ കുടുംബവുമായിട്ട്, യമനി പൗരനായ തലാലിന്റെ കുടുംബവുമായിട്ട് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഈ ഒരു ഇസ്ലാമിക് ശരീഅത്ത് നിയമപ്രകാരമുള്ള ശിക്ഷയാണ് അവിടെ വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് മണി നൽകിക്കൊണ്ട് അവർക്കുള്ള മോചനം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് തുടർന്ന് നടക്കുക. അവരുടെ കുടുംബം അതിന് സമ്മതിച്ചാൽ, ഈ ഒരു ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അവർ അതിന് മാപ്പ് നൽകാൻ തയ്യാറായാൽ തീർച്ചയായും നിമിഷ വിജയന്റെ മോചനം സാധ്യമാകാനുള്ള നടപടികൾക്ക് തുടക്കമാവും എന്ന് തന്നെയാണ്. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒറ്റയടിക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന ഒരു ഏർപ്പാടല്ല ഈ ബ്ലഡ് മണി എന്നുള്ളത്. അവരുടെ കുടുംബം സമ്മതിക്കുകയും അവർ അതിന് വഴങ്ങുകയും ചെയ്യണം. അതുകൂടാതെ തന്നെ ഈ ഒരു കൊലപാതകത്തിന് അവിടെ വിധിക്കുന്ന ഒരു ശിക്ഷ, അതായത് നിശ്ചിത കാലയളവ് തടവടക്കമുള്ള ശിക്ഷകൾ പിന്നീട് എന്താണോ വിധിക്കുന്നത് അത് നടപ്പിലാക്കേണ്ടി വരും. അത് എത്ര കാലമാണോ ആ ശിക്ഷ വിധിക്കുന്നത് അത്രയും കാലം തടങ്കലിൽ തുടരേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഏതായാലും ഇന്ത്യയിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ലോകത്തിലെ ഒരു യമൻ പോലെയുള്ള അതീവ ദുർബലാവസ്ഥയിലുള്ള ഒരു രാജ്യത്ത്, അധികം ശൃംഖലകൾ, അധികം കോണ്ടാക്ട്സ് ഇല്ലാത്ത ഒരു രാജ്യത്ത്, അത്തരം ഒരു രാജ്യത്ത് പോലും ഇടപെടാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ്. അഥവാ കാന്തപുരത്തിന്റെ മായി പിന്തുണക്കുന്ന ആളുകൾ കാന്തപുരത്തിന് ഈ ഒരു കാര്യത്തിൽ വളരെയധികം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലക്ക് അവർ ഈ കാര്യം പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും അവർ ഇത്തരത്തിൽ പ്രചരണങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തന്നെ ഇത് വ്യക്തമാണ്. കാരണം ഇന്ത്യയിലെ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട അവകാശവാദം എന്നുള്ളത്. ഏതായാലും നിമിഷ പ്രിയ എന്ന മലയാളി നഴ്സിന്റെ മോചനത്തിനുള്ള തുടർ ശ്രമങ്ങൾ കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ, കേരളീയ പൊതുസമൂഹത്തിൽ നിന്നുള്ള വലിയ പിന്തുണ ഈ വിഷയത്തിൽ കാന്തപുരത്തിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു നേതാവും അവരുടെ പിന്തുണക്കുന്ന സംഘടനയും അവർ നേതൃത്വം നൽകുന്ന സംഘടനയും ഈ ഒരു കാര്യത്തിൽ വളരെ നിർണായകമായ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടത്. നേരത്തെ സമസ്ത EK വിഭാഗവുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് ആണ് AP വിഭാഗം
പ്രത്യേകമായിട്ട് സംഘടനയുണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. ആ ഒരു കാലഘട്ടം മുതൽ കാന്തപുരം തന്നെയാണ് അതിന്റെ അനിഷേധനായ നേതാവ് AP വിഭാഗത്തിന്റെ. കാന്തപുരത്തിന്റെ ഒരു നേതൃത്വ പാടവത്തോടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു കരുതലോടും കൂടിയാണ് ആ സംഘടനയും അതുമായി ബന്ധപ്പെട്ട ആളുകളും മുമ്പോട്ട് പോയത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ നിമിഷ പ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇടപെട്ട, അതിന് പൊതുസമൂഹത്തിൽ നിന്നും വളരെ വലിയ പിന്തുണ കിട്ടിയ ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വാല്യൂ ഉയർത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായും നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഒരു സർക്കാർ സംവിധാനങ്ങൾക്കപ്പുറമുള്ള ഒരു സ്വാധീനമുണ്ടാക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഏതായാലും അദ്ദേഹം തന്നെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് കൂടുതൽ വിശദീകരണം നൽകുകയും താൽക്കാലികമായി നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുകയും നീട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ ചർച്ചകൾ ഉണ്ടാകുന്ന മുറക്ക് അവരുടെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ തീർച്ചയായും ഈ വധശിക്ഷ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നടപ്പിലാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.